ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതേ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. കുട്ടൂസിന് ട്യൂഷന് പോകാനുണ്ട്, അതുകൊണ്ടാണ് എണീറ്റത്. 6 മണിയായിട്ടോ, പക്ഷേ 6 മണിയുടെ അത്ര ഉള്ളൊരു നേരം വെളുത്തിട്ടില്ല. സൂര്യൻ ചേട്ടൻ അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുട്ടൂസിനെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോഴേക്കും കുഞ്ഞു എഴുന്നേറ്റിട്ടില്ല. കുഞ്ഞു നല്ല ഉറക്കമാണ്. സത്യം പറഞ്ഞാൽ കുട്ടൂസിനെ കൊണ്ടുവന്നാക്കാൻ പോയപ്പോഴേക്കും നല്ല തണുപ്പുണ്ടായിരുന്നു. പുറത്തൊക്കെ നല്ല തണുപ്പുണ്ടായി. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ മടിയൊക്കെ മാറ്റി വെച്ച് ജോലിക്ക് പോകണം, പിള്ളേർക്ക് സ്കൂളിൽ പോകണം. ഞാൻ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. നേരെ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായി, അത് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കറി അധികം പണിയൊന്നുമില്ല. കറി വെക്കാൻ എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ തലേ ദിവസം ചോറ് തിളപ്പിച്ച് വെക്കാറാണല്ലോ പതിവ്. അതെടുത്ത് ഞാൻ ഒന്നും കൂടി തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഇതെൻ്റെ ഓറഞ്ച് തൊലി ഉണക്കി വെക്കുന്നതാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ പൊടിച്ച് മുഖത്തിടുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. കാശ് കൊടുത്ത് മേടിക്കേണ്ടല്ലോ, ഓറഞ്ച് നമ്മൾ വീട്ടിൽ മേടിക്കുന്നതല്ലേ, അതുകൊണ്ട് നല്ല വെയിലും ഉണ്ട്, ഉണക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ദോശയാണ് കേട്ടോ. ഇത് ഇന്നലെ ഞാൻ ഇഡലി ഉണ്ടാക്കിയ മാവിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എപ്പോഴും ദോശയ്ക്കും ഇഡലിക്കും ഞാൻ ഒരേ രീതിയിൽ തന്നെയാണ് അരയ്ക്കാറ്. ഫസ്റ്റ് ദിവസം ഇഡലി ഉണ്ടാക്കും, പിന്നെയുള്ള മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കും. ഇഡലി അത്ര ചിലവാവില്ല. കുഞ്ഞുവിനൊന്നും ഇഡലി അത്ര ഇഷ്ടമല്ല. കുട്ടൂസാണ് പിന്നെയും കഴിക്കണത്. അപ്പോൾ ഇന്നലത്തെ ഉണ്ടാക്കിയ ഇഡലി കുറച്ചിരിക്കുന്നുണ്ട്, അതും കൂടി ഞാനൊന്ന് ആവി കയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാവൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട്, കാരണം മീൻ മാത്രമല്ലേ ഉള്ളൂ, മീൻ മാത്രം എങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ അച്ചിങ്ങ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അച്ചിങ്ങ മിക്കപ്പോഴും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അച്ചിങ്ങ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കാം. അധികം ഒരുപാട് എരിവൊന്നുമില്ലാതെ. ഉള്ളിയൊന്നും ഇടാറില്ല ഞാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർക്കധികം ഉള്ളിയൊന്നും കടിക്കുന്നത് ഇഷ്ടമല്ല. ചില സമയത്ത് തോന്നിയാൽ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. അപ്പം ഞാൻ കൂടുതലും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഫുഡ് ഉണ്ടാക്കാറുള്ളത്. കാരണം അവർ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ കഴിക്കാത്തതല്ലല്ലോ കാര്യം. അപ്പോൾ കുഞ്ഞുവിൻ്റെ അലാറം അവിടെ ഇരുന്ന് അടിക്കുന്നുണ്ട്. 6:30 ആയിട്ടുണ്ട്. കുഞ്ഞു അത് കേട്ട് ഞെട്ടി എണീറ്റു. ഞാൻ തന്നെ അലാറം അടിക്കും. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ അലാറം അടിച്ചുകൊണ്ടേയിരിക്കും. ഒരു 3-4-5 അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എഴുന്നേക്കില്ല. ചില സമയത്ത് തോന്നിയാൽ മാത്രം ചാടിപ്പിടിഞ്ഞ് എണീക്കും. അപ്പോൾ ഞാൻ അച്ചിങ്ങയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് കുറച്ച് തുണി അലക്കാണ്ട്, കല്ലിൽ അലക്കാനുള്ള കുറച്ച് നല്ല തുണി, ഇവരുടെ യൂണിഫോമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ രാവിലെയാണ് അലക്കണേ. ചില ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ അലക്കും, അല്ലെങ്കിൽ രാവിലെ അലക്കും. അപ്പോൾ സോക്സൊക്കെ അലക്കാണ്ട്. സോക്സൊക്കെ ഭയങ്കര ചെളിയാണ്. അപ്പോൾ നമ്മുടെ അവിടെ കൂടെ സൈഡിൽ കൂടെ എലി കയറുന്നുണ്ട്. അപ്പോൾ എലി കയറാതിരിക്കാനാണ് ഞാൻ തുണികളും വേസ്റ്റ് അതും ഇതൊക്കെ വെച്ചത്. എന്നിട്ടും അവന്മാർ ഇതിലെയോ കയറുന്നുണ്ട്. അടുക്കളയിലൊക്കെ എനിക്ക് അതിൻ്റെ ഒരു പ്രസൻസ് അനുഭവപ്പെടുന്നുണ്ട്. അടുത്തത് ഇനി എലിപ്പനിയാണോ എന്ന് ദൈവം കണ്ടു. അപ്പം ഞാൻ അലക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുഞ്ഞു അതുവരെയായിട്ട് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. കുഞ്ഞു അലാറം അടിച്ചെങ്കിലും ഒന്ന് എഴുന്നേറ്റെങ്കിലും പിന്നെയും കുഞ്ഞു കിടന്നു. ഞാൻ ഇടയ്ക്ക് പോയി വിളിക്കുന്നുണ്ട്, പക്ഷേ കുഞ്ഞു എഴുന്നേക്കാമെന്ന് പറയലുള്ളൂ. എനിക്ക് ബാ സമയം വൈകി. അപ്പം ഞാൻ കുഞ്ഞുവിനെ ഏകദേശം ഒരു 7 മണിയായപ്പോഴേക്ക് എഴുന്നേൽപ്പിച്ചു കേട്ടോ. രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. രാത്രി ഉറങ്ങാനും ഭയങ്കര മടിയാണ്. ഞാൻ കിടന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാൻ ഉറങ്ങിയതിന് ശേഷമേ ഇവർ ഉറങ്ങുള്ളൂ. നേരത്തെ കിടന്ന് ഉറങ്ങത്തേയില്ല. ഒരു വിധത്തിൽ രാവിലെ എണീപ്പിച്ചു. ചില സമയങ്ങളിൽ, അതായത് വല്ല ടൂറ് പരിപാടിയോ സ്കൂളിൽ വല്ല പ്രോഗ്രാമോ അങ്ങനെയൊക്കെ എനിക്ക് ചാടി ഓടി നേരത്തെ തന്നെ എണീറ്റോളും. പരീക്ഷ ടൈമിൽ എന്തായാലും ഇതിനു മുന്നേ ഞാൻ വിളിച്ചെണീപ്പിക്കും, രാവിലെ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞു രാവിലെ എണീറ്റ് മൂടൊന്ന് മാറാൻ വേണ്ടി രാവിലെ തന്നെ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചായ വെച്ചു. ചായയിൽ തേയിലപ്പൊടി ഇടൽ മാത്രമേ എൻ്റെ റോളുള്ളൂ. ബാക്കിയൊക്കെ അവൾ വന്ന് നോക്കിക്കോളും. അവളാണ് ചായ ഇടുന്ന ആൾ. പഞ്ചസാര ലാസ്റ്റാണ് ഇടാറ്.
ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുവിന് ഭയങ്കര ഒരു ഇഷ്ടമാണ്. പണ്ട് എൻ്റെ അമ്മാമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ കുഞ്ഞുവിന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. കുഞ്ഞുവിനാക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മാമ്മയ്ക്കാണെങ്കിൽ വയ്യാതിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഇവിടെ വാശിയൊക്കെ എടുക്കുമ്പോൾ അമ്മാമ്മ ചായയൊക്കെ തിളപ്പിച്ച് കൊടുക്കും. അങ്ങനെ കൊടുത്ത് അവൾക്കൊരു ചായയിലൊരു അഡിക്ഷൻ വന്നു. പക്ഷെ ആ സമയത്ത് നമുക്കതൊന്നും പറയാൻ പറ്റില്ല, വയ്യാതിരിക്കുന്ന അമ്മാമ്മയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ തുണിയെല്ലാം മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അലക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ അലക്കലൊക്കെ ഒന്ന് ചീത്തയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഞാൻ കഴുകി ഉണക്കാൻ വെച്ചേക്കാണ്. ഇവിടെ കുടുംബശ്രീയുടെ ചേച്ചിമാരൊക്കെ വന്നിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുകി ഉണക്കാൻ വേണ്ടി വെച്ചു. അതുപോലെ തന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെള്ളം തോരാൻ വേണ്ടി വെച്ചു. എന്നിട്ട് അലക്കി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അലക്കലങ്ങോട്ട് മറന്നു പോകും. അപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞുവിന് ചായയൊക്കെ കൊടുത്തു. കുഞ്ഞു ഹാപ്പിയായി. കുഞ്ഞുവിന് രാവിലെ തന്നെ ചായ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട കുഞ്ഞുവിന്. അത് കഴിഞ്ഞ് കുഞ്ഞുവിന് കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ച് കൊടുത്ത് കുഞ്ഞു തന്നെ കുളിച്ചോളൂ കേട്ടോ. ഞാൻ സൺഡേസിൽ മാത്രമേ കുളിപ്പിക്കാറുള്ളൂ. വർക്കിംഗ് ഡേയ്സിലൊന്നും എനിക്ക് കുളിപ്പിക്കാൻ ഇപ്പോൾ സമയം കിട്ടാറില്ല. പിന്നെ അവൾ പിന്നെ കുറച്ച് വലുതായല്ലോ, അവൾ തന്നെ കുളിച്ചോളും. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ കുളിപ്പിക്കും. അപ്പോൾ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. ഇപ്പം രാവിലെ തണുപ്പായത് കാരണം ഒന്നാമത് വയ്യാതായ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ 2 ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തിയാണ് ഇപ്പോൾ കഴിക്കാറ്. ഒരു 2 ചപ്പാത്തിയേ എനിക്ക് വേണ്ടുള്ളൂ കേട്ടോ. ഞാൻ 2 ചപ്പാത്തിയേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഓൾറെഡി ഞാൻ മാവൊക്കെ കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. ആവശ്യമുള്ള സമയത്തിന് ഒരു 5 മിനിറ്റ് മുന്നേ അതെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം അതെടുത്ത് ഉണ്ടാക്കും. അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ചപ്പാത്തി കഴിച്ച് ചോറ് കഴിക്കാനൊന്നും എനിക്ക് തോന്നാറില്ല. ചപ്പാത്തിയും ചില സമയത്ത് എനിക്ക് മടുക്കും. പിന്നെ അതൊരു ശീലമായതുകൊണ്ട് ഇങ്ങനെ പോണു. അപ്പോൾ ഓയിലൊന്നും ചേർക്കില്ല കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കണേൽ. ഓയിലൊന്നും ചേർക്കാതെ വെറുതെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇതെൻ്റെ ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രമുള്ള എൻ്റെ ഒരു പാത്രമാണ്. എൻ്റെ പണ്ടത്തെ ഒരു ജാമ്പവാൻ്റെ കാലത്തുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം. അതിൽ ദോശയൊന്നും ഉണ്ടാക്കിയത് ശരിയാവണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആ പാത്രം എടുത്തു. വേറെ ഒന്നിനും അത് യൂസ് ചെയ്യില്ല, ഒട്ടിപ്പിടിക്കും അതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി കളയാൻ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെടുത്തു. കാരണം വേറെ പാത്രത്തിലും ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പിന്നെ ദോശ ചുടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരു പാത്രം വേണം. അപ്പോൾ അതെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ദോശ ചുടാമെന്ന് വിചാരിച്ചു. ദോശയും കൂടി ചുട്ട് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ മൊത്തം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിള്ളേരുടെ അടുത്തേക്ക് പോവാം, എനിക്ക് പോയി റെഡി ആവാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അല്ലാതെ കുളി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുക്കളയിൽ വന്നിരുന്ന് പണിയെടുക്കണ എനിക്ക് മടിയുള്ള കാര്യം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അടുക്കളയിൽ മൊത്തം പണി തീർത്തിട്ട് കുളിക്കാനും പിള്ളേരുടെ കാര്യത്തിനും പിള്ളേരെ റെഡിയാക്കാനൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് മുരിച്ച് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ദോശയ്ക്ക് കറിയൊന്നും വേണ്ട. ജസ്റ്റ് പഞ്ചസാര കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ചുമ്മാ അവർ കഴിച്ചോളും. നല്ല മൊരി ദോശയാണെങ്കിൽ ചുമ്മാ കഴിച്ചോളും. അപ്പോൾ രാവിലെ പാത്രം കഴുകാനുള്ള സമയമൊന്നും കിട്ടിയില്ല. കുറച്ച് പാത്രമൊക്കെ സിങ്കിൽ കിടക്കുന്നുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം ലേറ്റായി. അപ്പോൾ വേഗം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞു കുറേ നേരമായി കുളി കഴിഞ്ഞിട്ട്. കുഞ്ഞുവിനെ നോക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. കുഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. കുഞ്ഞുവിൻ്റെ പഴയ ഒരു ഇറക്കം കുറഞ്ഞ പെറ്റിക്കോട്ടൊക്കെ ഇട്ട് തന്നെത്താനെ ഒരുങ്ങലൊക്കെ തന്നെത്താനെ ഒരുങ്ങിക്കോളും. മുടി മാത്രം ഞാൻ കെട്ടിക്കൊടുത്താൽ മതി. നോക്കട്ടെ, സുന്ദരിയായ നോട്ടെ. എത്ര നേരമായി കുളി കഴിഞ്ഞിട്ട്? ഇതുവരെയായിട്ട് റെഡി ആയില്ല? അതെനിക്ക് മനസ്സിലായി. മുടികെട്ടാന്ന്. ഇങ്ങനെയാണ് മുടികെട്ടുന്നത്. ഇത് എന്നത്തെ ഷമ്മീസാ? കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലത്തേന്ന് ഷമ്മീസ്. നല്ല ഇറക്കം, നല്ല രസം കാണാം കൊച്ചിനെ. കുഞ്ഞു കൊച്ചായി ഇപ്പോൾ കുഞ്ഞു കൊച്ച്. നോട്ടെ കുഞ്ഞു കൊച്ചിനെ നോക്കട്ടെ. കുഞ്ഞു വാവ സിൽക്ക് സ്മിത. അപ്പോഴത്തേക്കും കുട്ടൂസ് ട്യൂഷൻ കഴിഞ്ഞ് വന്നു കേട്ടോ. ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഇവർ സ്കൂളിൽ പോകാൻ റെഡിയായി. ഫുഡെല്ലാം കഴിച്ചു. രാവിലെ ദോശയൊക്കെ കഴിച്ചു റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ ഇവർക്ക് ചോറൊക്കെ വിളമ്പി വെച്ച് കൊടുക്കണം. അപ്പോൾ ചോറൊക്കെ വിളമ്പി പാത്രത്തിലാക്കി. ഇവരതൊന്നും ചെയ്യില്ല, അവർ അത്ര ആയിട്ടില്ല. പിന്നെ ചോറ് വിളമ്പാൻ അവർ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ അടുക്കള മൊത്തം അവർ ചോറ് വാരിയിടും. അപ്പോൾ പിന്നെ ഒരുപാട് ചോറൊന്നും ഇവർക്ക് വേണ്ട കേട്ടോ. ഇവർക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് മിക്ക ദിവസവും ചോറ് കഴിക്കണില്ല, വേസ്റ്റ് ചെയ്യണവർ. ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് കുറച്ച് ചോറ് മാത്രമേ ഇവർക്ക് കൊടുക്കണുള്ളൂ.
കളയണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പ്രത്യേകം എന്നോട് പറഞ്ഞു ഒരുപാട് ചോറ് വെക്കണ്ട, കുറച്ച് വെച്ചാൽ മതി. കാരണം ആകെ അരമണിക്കൂറും കണ്ടേ അവർക്ക് ലഞ്ച് ബ്രേക്ക് ഉള്ളൂ. അതിൽ ചെന്ന ചില സമയങ്ങളിൽ കഴിക്കാൻ സമയം കിട്ടില്ല എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 20-ാം തീയതി അവരുടെ ആനുവൽ ഡേ ആണ്. ആനുവൽ ഡേക്ക് ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങൾക്കൊക്കെ പോണ കാരണം ഫുഡ് കഴിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമാണ് കേട്ടോ ഇന്ന് ലഞ്ച് ബോക്സ് കെട്ടുന്നത്. കുഞ്ഞിന് കെട്ടാൻ അറിയില്ല. അപ്പോൾ കുഞ്ഞിന് ഞാനൊന്ന് പഠിപ്പിക്കുകയാണ് കെട്ടാനായിട്ട്. എല്ലാം അമ്മ ചെയ്ത് കൊടുക്കുമ്പോൾ പിള്ളേർക്കൊരു വിലയില്ല. അമ്മ അതെടുക്ക്, അമ്മ ഇതെടുക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിള്ളേർ പഠിക്കട്ടെ. ചില ദിവസങ്ങളിൽ ലഞ്ച് ബോക്സ് ഇവിടെ ഇരിക്കും, കയ്യിൽ കൊണ്ട് കൊടുത്താലും ചിലപ്പോൾ അതെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ലഞ്ച് ബോക്സ് ഇല്ലാതെ പോകും. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിന് ഇത് കഴിഞ്ഞ കൊല്ലത്തേക്ക് തുണിയാട്ടെ. ഈ കൊല്ലം ലഞ്ച് ബോക്സിന് തുണിയൊന്നും മേടിച്ചില്ല. എന്തായാലും ഇനി അടുത്ത കൊല്ലം മേടിക്കാം. കഴിഞ്ഞ കൊല്ലത്തെ ഒരു 2-3 ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ കൊല്ലം യൂസ് ചെയ്യണത്. 2 പേർക്കും 2 വീതം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യണത്. അപ്പം ഞാൻ അവൾക്ക് കെട്ടി കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് കുഞ്ഞു കെട്ടുന്നത് എന്നും പറഞ്ഞിട്ട് കെട്ടി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ പോകാൻ 2 പേര് റെഡി ആയിട്ട്. അപ്പോൾ ഞാൻ വെള്ളവും കൂടി നിറച്ച് കൊടുക്കുകയാണ്. അവരുടെ സ്കൂളിൽ ഫിൽറ്റർ വാട്ടറൊക്കെ ഉണ്ട്. കുട്ടൂസ് ഇവിടെ നിന്ന് അങ്ങനെ വെള്ളം കൊണ്ടുപോകാറില്ല, അവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ കുഞ്ഞൂന് എന്തായാലും ഞാൻ ഇവിടുന്ന് വെള്ളം കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചു. പകുതി വെള്ളം കുടിക്കില്ല. വെള്ളം കൊണ്ടുപോയാലും കുടിക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെയാണ് കൊടുത്ത് വരുന്നത്. അപ്പോൾ വെള്ളം എടുത്ത് എല്ലാം കയ്യിൽ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞു ഇതെല്ലാം മറന്നു പോകും. എവിടെയാണോ വെക്കുന്നത് അവിടെ വെച്ചിട്ട് പോകും കുഞ്ഞു. അതുകൊണ്ട് ഞാൻ എല്ലാം കയ്യിൽ കൊണ്ട് കൊടുത്ത് ബാഗിലാക്കിയെന്ന് ഉറപ്പ് വന്നിട്ടേ കുഞ്ഞിനെ വിടുകയുള്ളൂ. കാരണം 3-4-5 തവണ ഞാൻ കുഞ്ഞിൻ്റെ പുറകെ പോയി. പിന്നെ അത് എൻ്റെ വീട്ടിൽ മെയിനായിട്ട് ഈ കറണ്ട് ബില്ല് കൂടുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി ഇവളാണ്. ഒരുത്തിയാണ് അതിന് ഉത്തരവാദി. ഫാനും ലൈറ്റും ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഒരു പോക്ക് പോകും. പിന്നെ ആ വഴി തിരിഞ്ഞ് നോക്കേയില്ല. കഴിഞ്ഞ പ്രാവശ്യം 1000 രൂപയുടെ അടുത്തായി കറണ്ട് ബില്ല്. ഞാൻ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കണത് ഇതിനാ. TV ഫാനൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ആ ഭാഗത്തേക്ക് തിരിയേയില്ല. അത് ഫാൻ അവിടെ കിടന്ന് കറങ്ങുക, TV അവിടെ കിടന്ന് ഓണാവുക. പിന്നെ അവൾ തന്നെ റെഡിയായി പോവുകയാണ്. ഇതൊന്നും ഞാൻ ഹെൽപ്പ് ചെയ്തില്ല കേട്ടോ. കാരണം ഞാൻ റെഡിയാവാൻ പോയി. കുഞ്ഞു തന്നെ ഇത് സോക്സൊക്കെ ഇട്ടു. ചില സമയങ്ങളിൽ സോക്സിടെ ലേറ്റ് ആകുമ്പോൾ ഞാൻ ഓടിച്ചെന്നിടും. പിന്നെ 2 പേരും പോകാം. കുഞ്ഞു ആദ്യം പോയി, അതിന് കുട്ടൂസ് പോയി. അപ്പോൾ കുഞ്ഞു പോയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, അവൾ കഴുത്തിലിരുന്ന ടാഗ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. പോകുന്ന പോക്കിൽ അതൊന്നും ഓർത്തിട്ടില്ല. അതില്ലാതെയാണ് പോയേക്കുന്നത്. അപ്പോൾ അതിന് സാധാരണ ഫൈൻ കിട്ടേണ്ടതാണ്. പക്ഷേ അസംബ്ലി ക്ലാസ്സിൽ വെച്ചിട്ടെങ്ങാണ്ടായിരുന്നു, അതുകൊണ്ട് ചെക്കിങ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫൈൻ കിട്ടിയില്ല. കുഞ്ഞു പോയതിന് ശേഷമാണ് എനിക്ക് ആ സാധനം അവിടെ കിടന്ന് കിട്ടിയത്. കണ്ടാ, കഴുത്തിൽ ഇതില്ലാതെയാണ് ആൾ പോണത്. ബെൽറ്റും സോക്സും ഷൂ ഒക്കെ ഉണ്ട്. ഇവർ സ്കൂളിൽ കമ്പൽസറിയാണ്. ഒരു ബുഷ് പോലും വേറെ കളർ കെട്ടാൻ പാടില്ല. പ്രിൻസിപ്പൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഫൈൻ വരും. 50 രൂപ 100 രൂപയൊക്കെ ആയിട്ട് ഫൈൻ വരും. കറക്റ്റായിട്ട് ഫുൾ യൂണിഫോമിൽ പോകണം പിള്ളേർ. അപ്പോൾ ഇവൾ പോയി. അതിന് ശേഷം കുട്ടൂസ് അതിന് ശേഷമാണ് പോകുന്നത്. കുഞ്ഞു ഇന്ന് ഒരു 2 മിനിറ്റ് നേരത്തെ പോയി. കാരണം ഇന്നലെ കുഞ്ഞു വൈകിയാണ് പോയത്. അവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇത് ഞാൻ തലേ ദിവസം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ഒരു ഡയറ്റിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇത് വർക്കൗട്ട് ആവുമോ എന്ന് എനിക്കറിയില്ല. ഇത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇത് കഴിക്കുന്നത്. കഴിച്ച് നോക്കിയപ്പോൾ അത്ര കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഹണിയൊന്നും അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു മധുരം വന്നില്ല. പിന്നെ ചിയാ സീഡ് ഇടുന്നുണ്ടായിരുന്നു, ചിയാ സീഡും ഉണ്ടായില്ല. പിന്നെ ഞാൻ ഓഫീസിൽ കൊണ്ടുപോകാൻ കേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ആ കേക്ക് ഉണ്ട് അതിൽ. അത് ഇവിടെ ഇരുന്നിട്ട് ആരും കഴിക്കണില്ല. അപ്പോൾ ഓഫീസിൽ പോയാൽ ചേച്ചി ഞാനും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമ്മൾ വർത്താനം പറഞ്ഞിരുന്ന സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് പോകാനുള്ള സമയമായി. ഞാൻ മുടി പോലും കെട്ടിയിട്ടില്ല. ഓഫീസിൽ പോയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേ ഞാൻ കൂടുതൽ വർത്താനം പറഞ്ഞ് ലേറ്റ് ആക്കണില്ല. അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ ബൈ.